നമസ്കാരം. എല്ലാവർക്കും ഡൊമിസൈൽ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ മൊഡ്യൂൾ 4 പാർട്ട് 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് 1 മൊഡ്യൂൾ 4 പാർട്ട് 2. മെയിനായിട്ട് നമ്മളിന്ന് ടൈപ്സ് ഓഫ് ഫെയിലിയേഴ്സ് ഇൻ ഫ്ലെക്സിബിൾ പേയ്മെൻ്റ് ആണ് പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റിൻ്റെ ലെയേഴ്സിനെ കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ടൈപ്സ് ഓഫ് ഫെയിലിയേഴ്സ് ഇൻ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്. മെയിനായിട്ട് 4 ലെയറാണ് ഫ്ലെക്സിബിൾ പേയ്മെൻറ്റിനുള്ളത് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സബ് ഗ്രേഡ്, സബ് ബേസ് കോഴ്സ്, ബേസ് കോഴ്സ്, സർഫസ് കോഴ്സ്. ഇനി ഇതിൽ ഏത് ലെയറിന് ഒരു പ്രോബ്ലം ഡാമേജ് സംഭവിച്ചാലും അത് ബാക്കിയുള്ള ലെയേഴ്സിനെ കൂടി ബാധിക്കും. സോ അതുകൊണ്ട് തന്നെ എല്ലാ ലെയറും കൺസ്ട്രക്റ്റ് ചെയ്യുമ്പം അറ്റ്മോസ്റ്റ് കെയർ നമ്മൾ കൊടുത്തിരിക്കണം. ഇനി ഫ്ലെക്സിബിൾ പേയ്മെൻറ്റിനെ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് എക്സ്പോഷർ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ദ വെതർ കണ്ടീഷൻ. ചേഞ്ച് ഇൻ വെതർ ഇമ്പോസസ് ഡിസ്ട്രസ് ഇൻ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. വെതർ കണ്ടീഷൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പാകത്തിനുള്ള ഡിസൈൻ ആയിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഒരുപാട് ഹോട്ട് ആൻഡ് കോൾഡ് വെതർ വരുന്ന സമയത്ത്, ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് വരുന്ന സമയത്ത് ഫ്ലെക്സിബിൾ പേയ്മെൻറ്റിന് ഡാമേജ് സംഭവിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് വെതർ കണ്ടീഷൻ ഇതിനെ നമുക്ക് അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുമെന്ന് പറയാം. സെക്കൻഡ് വൺ ഈസ് യൂസ് ഓഫ് കെമിക്കൽ ആൻഡ് സാൾട്ട് ഇൻ കോൾഡർ ക്ലൈമറ്റ്. ദ ഫ്രോസ്റ്റ് ഹീവ് ആൻഡ് ദ സ്ട്രിപ്പിംഗ് ഓഫ് അസ്ഫാൾട്ട് ഡ്യൂ ടു സ്നോ ആൻഡ് ഐസ് വിൽ റിസൾട്ട് ഇൻ പോത്ത് ഹോൾസ് ആൻഡ് അതർ ഡിസ്ട്രസ്. ഈ ഒരു കോൾഡർ ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചാണ് പറയുന്നത്. പോത്ത് ഹോൾസും അതുപോലെയുള്ള അതർ ഡിസ്ട്രസ്സിന് ഇത് കാരണമാകും. നെക്സ്റ്റ് വൺ ഈസ് ദ അൾട്രാവയലറ്റ് റേസ്. ദ അൾട്രാവയലറ്റ് റേസ് മേക്ക് ദ പേയ്മെൻറ്റ് ടു അണ്ടർഗോ ഓക്സിഡേഷൻ ആൻഡ് ബ്രിങ് ഇറ്റ് ടു എ ബ്രിട്ടിൽ സ്റ്റേറ്റ്. അൾട്രാവയലറ്റ് റേസ് ഒരുപാട് ഈ പേയ്മെൻറ്റിൽ വന്ന് പതിക്കുന്ന സമയത്ത് അവിടെ ഈ പേയ്മെൻറ്റിനെ ഓക്സിഡേഷന് വിധേയമാവുകയും അതുപോലെ തന്നെ അവിടെ പേയ്മെൻറ്റ് ഒരു ബ്രിട്ടിൽ സ്റ്റേറ്റിലേക്ക് മാറുകയും ചെയ്യുന്നു. ഇനി ഒരുപാട് ടെമ്പറേച്ചർ കൂടിയ സമയത്ത് പേയ്മെൻറ്റിൻ്റെ ടെമ്പറേച്ചർ ഒരു 140 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് കൂടും. 140 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറയുന്നത് ഏകദേശം സോഫ്റ്റനിങ് പോയിൻ്റ് ഓഫ് ലിക്വിഡ് അസ്ഫാൾട്ടാണ്. സോ ആ സമയത്ത് ഈ ലിക്വിഡ് അസ്ഫാൾട്ട് എക്സ്പാൻഡ് ചെയ്യുകയും അത് ടെമ്പറേച്ചർ കുറയുമ്പം ഈ ലിക്വിഡ് അസ്ഫാൾട്ട് വീണ്ടും കോൺട്രാക്റ്റ് ചെയ്യുകയും ചെയ്യും. ഈ ഒരു ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന, അതുപോലെ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചുണ്ടാകുന്ന എക്സ്പാൻഷനും അതുപോലെ തന്നെ കോൺട്രാക്ഷനും ഈ ഒരു പേയ്മെൻറ്റിൻ്റെ സർഫസിൽ ക്രാക്ക് ഉണ്ടാക്കാനുള്ള ഒരു കാരണമായി മാറും. അപ്പോൾ അതാണ് അൾട്രാവയലറ്റ് റേസ് ചെയ്യുന്നത്. അടുത്തത് വാട്ടർ. വാട്ടർ എന്ന് പറയുമ്പോൾ അത് നാച്ചുറൽ റെയിൻ ആവാം അല്ലെങ്കിൽ ഇറിഗേഷൻ ആവാം. ഏത് തന്നെയാണെങ്കിലും വാട്ടർ ഈ ഒരു പേയ്മെൻറ്റിൻ്റെ സർഫസിലൂടെ കൂടുതലായിട്ട് പാസ് ചെയ്ത് പോകുമ്പം ആ ക്രാക്സിലൂടെ വാട്ടർ എൻ്റർ ചെയ്യുകയും അത് താഴേക്ക് പെർക്കുലേറ്റ് ചെയ്ത് സോയിൽ സബ്ഗ്രേഡിനെ അതുപോലെ ബേസ് കോഴ്സിലേക്കും എത്തുന്നു. അപ്പോൾ അത് ഈ ഒരു സ്ട്രക്ചറൽ ഡാമേജ് പേയ്മെൻറ്റിന് ഉണ്ടാക്കാൻ കാരണമാകുന്നു. നെക്സ്റ്റ് വൺ ഈസ് വെഹിക്കിൾ ലോഡ്സ് ആൻഡ് പെട്രോളിയം. ഫ്യൂവൽ spillage coming from the vehicle deteriorates the integrity of payment and this increases the softening point of the binder. Next one is aging of flexible payment. Aging is a life cycle deterioration of payment and this result in highly accelerated oxidation and cracks formation. Small deterioration determined at the initial stages will help in reducing the intensity of aging effect. As the exposure to temperature and ultraviolet increases, it increases the rate of deterioration. Okay, ഏജിങ് എന്ന് പറയുന്നത് ടൈം എടുത്തിട്ട് നടക്കുന്ന ഒരു ഡിറ്റീരിയറേഷനാണ്. ലൈഫ് സൈക്കിൾ ഡിറ്റീരിയറേഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ഹൈലി ആക്സിലറേറ്റഡ് ഓക്സിഡേഷൻ ആൻഡ് ക്രാക്സ് ഫോർമേഷന് ഇത് കാരണമാകുന്നുണ്ട്. ഇനി നമുക്ക് എത്ര ടൈപ്പ് ഫെയിലിയേഴ്സ് ഉണ്ടെന്ന് നോക്കാം. മെയിനായിട്ട് ഫ്ലെക്സിബിൾ പേയ്മെൻറ്റിൽ 2 ടൈപ്പ് ഫെയിലിയർ ആണുള്ളത്. എൻവയോൺമെൻറ്റൽ ഡിസ്ട്രസ് ആൻഡ് സ്ട്രക്ചറൽ ഡിസ്ട്രസ്. സ്ട്രക്ചറൽ ഡിസ്ട്രസ് ഇൻ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്. ദ structural distress are characterized as the physical failure that are found on the
pavement and the subways. These structural failures are occurred due to overloading, wet subgrade, frosting effect or lower standards of design. This kind of distress is found from bottom up. ഇത് പേയ്മെൻറ്റിൻ്റെ അതുപോലെ സബ്ബേസിലും എല്ലാം സംഭവിക്കുന്ന ഫിസിക്കൽ ഡാമേജിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ ഡിസ്ട്രസ് എന്ന് പറയുന്നത്. സ്ട്രക്ചറൽ ഡിസ്ട്രസ് ക്യാൻ ഒക്കർ ഡ്യൂ ടു ഓവർലോഡിങ്, വെറ്റ് സബ്ഗ്രേഡ്, ഫ്രോസ്റ്റിംഗ് എഫക്റ്റ് ആൻഡ് ലോവർ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഡിസൈൻ. എത്ര ടൈപ്പ് സ്ട്രക്ചറൽ ഡിസ്ട്രസ് ഉണ്ടെന്നാണ് അടുത്തത് നമ്മൾ നോക്കുന്നത്. അലിഗേറ്റർ ക്രാക്കിംഗ്, ഡിപ്രഷൻ ഇൻ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്, കൊറുഗേഷൻസ് ഇൻ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്, ഷോവിങ്, potholes, rooting of flexible pavement, swelling of flexible pavement. ഇനി ഇവ ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കാം. മെയിനായിട്ട് റോഡിൽ നമ്മൾ കാണുന്ന ഒരു ഡാമേജാണ് ഇങ്ങനെ. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ ക്രാക്സ് എല്ലാം തെളിഞ്ഞ് കാണും. അപ്പോൾ റോഡിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ ഒരു ഭയങ്കര ഒരുപാട് നെറ്റ്വർക്കുള്ള ടൈപ്പ് ഒരു ക്രാക്ക് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ഇതിനെയാണ് നമ്മൾ അലിഗേറ്റർ ക്രാക്കിംഗ് ഓഫ് ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അലിഗേറ്റർ ക്രാക്സ് ആർ ഓൾസോ കോൾഡ് മാപ്പ് ക്രാക്കിംഗ്. അലിഗേറ്റർ ക്രാക്കിങ്ങിൻ്റെ മറ്റൊരു പേരാണ് മാപ്പ് ക്രാക്കിംഗ്. ആൻഡ് എ സീരീസ് ഓഫ് ഇൻ്റർകണക്റ്റഡ് ക്രാക്സ് ആർ ഒബ്സർവ്ഡ് ഡ്യൂ ടു സച്ച് ഡിസ്ട്രസ്. ദിസ് ഇസ് എ ഫാറ്റിക് ഫെയിലിയർ കോസ്ഡ് ഇൻ asphalt concrete. The tensile stress is maximum at the asphalt surface and this is position where cracks are formed. A parallel of longitudinal cracks will propagate with the time and reaches the surface. Repeated loading and stress concentration will help the individual cracks to get connected. These will resemble as a chicken wire or similar to alligator skin. This is termed as alligator cracking. It is also known as crocodile cracking. These cracks is observed only in areas that have repeated traffic loading. Alligator cracking is one of the major സ്ട്രക്ചറൽ ഡിസ്ട്രസ്. മെയിനായിട്ട് റിപ്പീറ്റഡ് ട്രാഫിക് ലോഡിങ് വരുന്ന സ്ഥലങ്ങളിലാണ് അലിഗേറ്റർ ക്രാക്കിംഗ് കാണുന്നത്. ഇനി അലിഗേറ്റർ ക്രാക്കിങ്ങിൻ്റെ വേറൊരു പേരാണ് മാപ്പ് ക്രാക്കിംഗ്, അതുപോലെ തന്നെ ക്രോക്കഡൈൽ ക്രാക്കിംഗ്. ഓവർലോഡ് വരുന്ന സ്ഥലത്ത് അസ്ഫാൾട്ട് സർഫസിൽ ടെൻസൈൽ സ്ട്രെസ് മാക്സിമം ആയിരിക്കും. അവിടെ ടോപ്പ് സർഫസിൽ ക്രാക്ക് ഫോം ചെയ്യും. ആ ഫോം ചെയ്യുന്ന ക്രാക്കുകൾ പിന്നീട് വരുന്ന ലോഡ് കൊണ്ട് ഇൻ്റർകണക്ട് ചെയ്ത് വേറെ ലോഞ്ചിറ്റ്യൂഡിനൽ ക്രാക്സ് ഫോം ചെയ്യും. ഇതെല്ലാം ഇൻ്റർകണക്ട് ചെയ്തിട്ട് നെറ്റ്വർക്ക് ഫോം ചെയ്യും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ ഡിപ്രഷൻ ഇൻ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്. ഫിഗറിൽ നിങ്ങൾക്ക് ഒരു ഡിപ്രഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അത് മെയിനായിട്ട് റോഡുകളിൽ നമ്മൾ കാണാറുള്ളതാണ്. പക്ഷേ ഇത് തെളിഞ്ഞ് കാണുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവിടെ മഴ പെയ്ത് ആ വെള്ളം അവിടെ തങ്ങി നിൽക്കുമ്പോഴാണ് നമുക്ക് ആ ഡിപ്രഷൻ കാണാൻ കഴിയുള്ളൂ. There are certain areas in the pavement that are localized and have a lower elevation compared to the surrounding pavement level. These lowering are depressions found on the pavement. They are mainly noticed only when they are filled with water. Depressions can be caused either by foundation soil settlement due to continuous loading or it can be formed during construction. മെയിനായിട്ട് ഒന്നുകിൽ ഫൗണ്ടേഷൻ ലെവലിൽ ഉണ്ടാകുന്ന ആ ഒരു സെറ്റിൽമെൻറ്റ്, സോയിൽ സെറ്റിൽമെൻറ്റ് കൊണ്ട് ടോപ്പ് സർഫസിൽ പേയ്മെൻറ്റിൻ്റെ ടോപ്പ് സർഫസിൽ ഒരു ഡിപ്രഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ്റെ ടൈമിൽ തന്നെ സംഭവിക്കുന്നതാവാം. എന്താണെങ്കിലും വെള്ളം വന്ന് അതിനകത്ത് നിറഞ്ഞ് നിൽക്കുമ്പോഴാണ് നമുക്ക് ആ ഡിപ്രഷൻ അവിടെ കാണാൻ സാധിക്കുകയുള്ളൂ മെയിനായിട്ട്. അല്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ടത് മനസ്സിലാവും. ഇനി ഇത് എന്താണ് ഈ ഒരു ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ എലിവേഷനിൽ ഉണ്ടാകുന്ന ചേഞ്ചാണ്. അത് തന്നെയാണ് ഇവിടെ ഒരു ബാക്കിയുള്ള അലൈൻമെൻറ്റിനെ വെച്ച് നോക്കുമ്പം ഏതെങ്കിലും ഒരു പോർഷനിൽ ലോവർ എലിവേഷൻ വരുന്ന ആ ഒരു സിറ്റുവേഷനാണ് ഈ ഒരു ഡിപ്രഷൻ എന്ന് പറയുന്നത്. കൊറുഗേഷൻസ് ഇൻ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്. The corrugations are distress seen in the pavement at regular intervals in the form of ridges and valleys. These are usually less than 5 feet along with the direction of pavement. And the ridges form of corrugations will be perpendicular to the traffic direction. Unstable pavement plus traffic will create such distress. Where the traffic starts and stops, this distress are observed. റിഡ്ജസിൻ്റെയും വാലിയുടെയും ഫോമിലുള്ള കുറച്ച് പോർഷൻസ് റോഡിൽ
ചില ഇൻ്റർവെൽസിൽ നമുക്ക് കാണാൻ കഴിയും. അതിനെയാണ് ഈ കൊറിഗേഷൻസ് ഇൻ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. മെയിനായിട്ട് അൺസ്റ്റേബിൾ പേയ്മെൻറ്റും അതുപോലെ ട്രാഫിക്കിൽ ഓവർലോഡിങ്ങും ഒക്കെയാണ് ഇതിന് കാരണം. ഇത് ഒരു 5 ഫീറ്റിൽ കുറവായിരിക്കും. പിന്നെ ഈ ഉണ്ടാവുന്ന ഡിപ്രഷൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ ഓഫ് പേയ്മെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് റിഡ്ജസും അതുപോലെ അതിൻ്റെ സൈഡിൽ വാലീസും ഒക്കെ ആയിട്ട് ഉണ്ടാവുന്ന ആ ഒരു റോഡിൻ്റെ എലിവേഷനിൽ ഉണ്ടാവുന്ന ചേഞ്ച്. എ ഫോം ഓഫ് പ്ലാസ്റ്റിക് മൂവ്മെൻറ്റ് ദാറ്റ് ഈസ് സീൻ ഇൻ ദ ഫോം ഓഫ് wave is called showing distress, and these are also observed perpendicular to the direction of traffic. Next one is potholes. ഫിഗർ കണ്ടാൽ തന്നെ നല്ല പരിചയമുള്ള ഇമേജാണ്. ഇപ്പോൾ മെയിനായിട്ട് നമ്മുടെ നാടുകളിലൊക്കെ കണ്ടുവരുന്ന ആ ഒരു റോഡിലുണ്ടാവുന്ന ഡിപ്രഷനാണ് ഈ പോത്ത് ഹോൾസ് എന്ന് പറയുന്നത്. ഇൻ റോഡ് സർഫസ് വെർ എ പോർഷൻ ഓഫ് സെയിം ഹാസ് broken away causes a disruption by forming a pothole. These are also called as kettle. In western United States, these are known as chuck holes. The pavement fatigue is the main reason behind the formation of potholes. The occurrence of fatigue cracking will interlock to form alligator cracking, and these chunks between the cracks formed in the pavement will become loose and will picked out under continuous loading and stresses, and this will leave a pothole on the pavement. അലിഗേറ്റർ ക്രാക്കിങ്ങിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് ഫാറ്റിക് ഫെയിലിയർ ആണ്. സോ അതുപോലെ തന്നെ ഓവർലോഡിങ് കൊണ്ടും സ്ട്രെസ്സ് ഓവറായിട്ട് വരുന്നത് കൊണ്ടും റോഡ് സർഫസിൽ അലിഗേറ്റർ ക്രാക്ക് ഉണ്ടാവുകയും വീണ്ടും അവിടെ ഓവർലോഡ് വരുമ്പം ആ അലിഗേറ്റർ ക്രാക്ക് ഉണ്ടായ ആ ഒരു നെറ്റ്വർക്ക് ഉള്ള ഭാഗത്ത് ഉള്ള ടോപ്പ് പേയ്മെൻറ്റിൻ്റെ ടോപ്പ് പോർഷൻ അവിടുന്ന് അടർന്നു പോരുകയും ചെയ്തിട്ട് അവിടെ ഒരു ഡിപ്രഷൻ ഫോം ചെയ്യുക. അങ്ങനെ ഉണ്ടാകുന്നതാണ് ഈ പോത്ത് ഹോൾസ്. ഈ പോത്ത് ഹോൾസിൻ്റെ വേറൊരു പേരെന്ന് പറയുന്നത് കെറ്റിലും അതുപോലെ വെസ്റ്റേൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഇതിനെ ചക്ക് ഹോൾസ് എന്നും പറയുന്നുണ്ട്. ഇൻ കോൾഡ് ടെമ്പറേച്ചർ ദ വാട്ടർ ട്രാപ്ഡ് ഇൻ ദ പോത്ത് ഹോൾ വിൽ ക്യാരി ഔട്ട് ദ ഫ്രീസിങ് ആൻഡ് തോയിങ് ആക്ഷൻ that leads to additional stresses and crack propagation. Once a pothole is formed, the distress grows, resulting in the continuous removal of pavement chunks. Water entrapped will increase this rate of expansion of distress, and the pothole can expand to several feet in width. They don't develop too much in depth. The vehicle tires are damaged due to large potholes. ചെറിയൊരു അലിഗേറ്റർ ക്രാക്കിംഗ് ഉണ്ടായിട്ട് ആ അലിഗേറ്റർ ക്രാക്കാണ് പിന്നീട് പോത്തോൾസ് ആയിട്ട് മാറുന്നത്. ഈ പോത്തോൾസ് തന്നെ ചെറുതാണെങ്കിൽ അതിൽ വെള്ളം വന്ന് നിന്നിട്ട് അത് പിന്നീട് ലാർജായി മാറുകയും വലിയ എക്സ്പാൻഡ് ചെയ്യുന്നത് അത് ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ അത് എക്സ്പാൻഡ് ചെയ്യുന്നുള്ളൂ, ഒരുപാട് ഡെപ്ത് ഉണ്ടാവില്ല. അപ്പോൾ വലിയ പോത്തോൾസ് ആയിട്ട് മാറുകയും ചെയ്യും. പിന്നെ പോത്തോൾസിൽ വാട്ടർ കെട്ടി നിൽക്കുന്നത് ഇതിനെ ഒന്നും കൂടി ഇൻക്രീസ് ചെയ്യുള്ളൂ, ഡാമേജ് ഉണ്ടാക്കുന്നത് ഇൻക്രീസ് ചെയ്യുള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് ദ റൂട്ടിംഗ് ഓഫ് ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്. ദ ഡിപ്രഷൻ ഫോംഡ് ഇൻ ദ സർഫസ് ഈസ് കോൾഡ് റൂട്ടിംഗ്, and this is formed in the wheel path surface, and this depression will make other sides of the wheel to undergo uplift. പേയ്മെൻറ്റിൻ്റെ ഡയറക്ഷനിൽ കാണിക്കുന്ന ഡിപ്രഷനാണ് ഈ പറയുന്ന റൂട്ടിംഗ് എന്ന് പറയുന്നത്. ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. നെക്സ്റ്റ് വൺ ഈസ് swelling of flexible pavement. The swelling distress is characterized by upward bulge in the pavement surface. Surface cracking is next series of distress that is seen after swelling. The main reason behind swelling in flexible pavement is the frost action in the subgrade, where frosting results in the swelling of soil. സ്വെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്വേർഡ് ബൾജാണ്. കോമൺ ആയിട്ട് സ്വെല്ലിങ്ങിൻ്റെ മീനിങ് അതാണ്. അപ്പോൾ സബ് ഗ്രേഡിൽ ഉണ്ടാവുന്ന ഫ്രോസ്റ്റ് ആഷൻ കൊണ്ടുണ്ടാവുന്ന സ്വെല്ലിങ് അത് മുകളിലേക്ക് പേയ്മെൻറ്റിൻ്റെ ടോപ്പ് സർഫസിലേക്കും പ്രതിഫലിക്കുന്ന ഒരു സിറ്റുവേഷനാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് പേയ്മെൻറ്റിൻ്റെ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റിൻ്റെ സ്ട്രക്ചറൽ ഡിസ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ
എൻവയോൺമെൻറ്റൽ ഡിസ്ട്രെസ് നമ്മൾ ഡിസ്കസ് ചെയ്യും.